ജാർഖണ്ഡ് ഇനി പോളിംഗ് ബൂത്തിലേക്ക്. പ്രചാരണ ദിനത്തിന്റെ അവസാന ഘട്ടത്തിലും ബി.ജെ.പിയെ കടന്നാക്രമിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മണിപ്പൂർ കലാപം അടക്കം ഉന്നയിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. 81 സീറ്റിൽ 38 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ജാർഖണ്ഡിൽ ഒരു മാസത്തോളം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണം അവസാനിച്ചു. രാഷ്ട്രീയ ആരോപണങ്ങളാൽ കലുഷിതമായ ജാർഖണ്ഡ് രണ്ടാം ഘട്ടത്തിലെ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവസാനഘട്ട പ്രചാരണത്തിലും ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ചു. മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ മോദി പരാജയപ്പെട്ടെന്നും മോദി മണിപ്പൂർ സന്ദർശിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. 1.5 साल हो गए मणिपुर हिंदुस्तान का स्टेट है, मगर प्रधानमंत्री आज तक मणिपुर नहीं गए हैं। और मणिपुर में मैं गया हूं, मैंने अपनी आंखों से जो हो रहा है देखा है। हमारी पूरी सपोर्ट है। हमने सरकार को कहा है कि जल्दी से जल्दी हिंसा को बंद कीजिए, मगर नहीं हो रहा है. അതേസമയം അഴിമതിപ്പണം കോൺഗ്രസിന്റെ ലോക്കറിൽ സുരക്ഷിതമാണെന്ന് ബി.ജെ.പി തിരിച്ചടിച്ചു. അസം, ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ബി.ജെ.പി ജാർഖണ്ഡിൽ എന്ത് വികസനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വർഗീയ പ്രചാരണങ്ങളാണ് ജെ.എം.എം കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രചാരണ ആയുധം. ഗോത്രവിഭാഗങ്ങളുടെ വോട്ട് ജെ.എം.എം നേടുകയും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ കോൺഗ്രസിനെ തുണക്കുകയും ചെയ്താൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. 38 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇരു മുന്നണികളുടെയും മുതിർന്ന നേതാക്കളടക്കം 528 പേർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടും. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. കൈരളി ന്യൂസ്, ദില്ലി.